അപ്പോൾ ബ്രഹ്മയുഗം കണ്ടു. ഈ ഒരു വീഡിയോയിലായിട്ട് തിയേറ്ററിൽ പോയി പടം കാണാനുണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഒരു ഷോർട്ട് റിവ്യൂ പോലെ. അപ്പോൾ നേരെ പോയേക്കാം. പേഴ്സണലി പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ പോയി കാണേണ്ട പടം എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം തിയേറ്ററിൽ പോയി കാണാത്തവർക്ക് ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പടത്തിൻ്റെ ക്വാളിറ്റി ഒരു രക്ഷയില്ല. പിന്നെ ഈ ഒരു പടം അനൗൺസ് ചെയ്തപ്പോൾ മുതലേ ഒരു ഹൊറർ പടം ആണെന്ന റൂമർ ഉണ്ടായിരുന്നു. ബട്ട് രാഹുൽ സദാശിവൻ ഒരു ഇൻ്റർവ്യൂവിലായിട്ട് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇപ്പോഴും അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോളൂ, പേടിപ്പിക്കുന്ന ഒരു പടം അല്ല ബ്രഹ്മയുഗം. ഒരു മിസ്റ്ററിയാണ്. മിത്തോളജിയും കൂടെ വരുന്നുണ്ട്. അല്ലാതെ പ്രതീക്ഷ വെക്കുന്ന പോലെയുള്ള അത്ര ഹൊററൊന്നുമില്ല. മമ്മൂക്കയുടെ പെർഫോമൻസ് എൻ്റെ മോനെ കിടിലൻ. പുള്ളിക്കാരൻ്റെ ഓരോ മാനറിസവും ചിരിക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും ഉള്ള സീൻസൊക്കെ ഒന്നുകൂടെ കണ്ടാൽ കൊള്ളാമെന്ന് തോന്നിപ്പോവും. ആ ഒരു രീതിയിലാണ് മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്നത്. അർജുൻ അശോകൻ്റെ ക്യാരക്ടർ ആണേലും സിദ്ധാർത്ഥ് ഭരൻ്റെ ക്യാരക്ടർ ആണേലും സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഒരു ബുദ്ധിജീവി പടം ആക്കുന്നില്ല. കൂടുതൽ കൺഫ്യൂഷനൊന്നും ആക്കാതെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ആർക്ക് കണ്ടാലും മനസ്സിലാവുന്ന രീതിയിലാണ് പടം ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ മമ്മൂക്ക ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന പോലെ നമ്മൾ മുൻവിധിയുടെ ഇതായിരിക്കും സ്റ്റോറി എന്നൊന്നും വരാതെ ഇരുന്നാൽ നല്ലൊരു ക്വാളിറ്റി പടം കണ്ടിറങ്ങാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിന് ആപ്റ്റ് ആകുമോ എന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് പടം കണ്ട് ഇറങ്ങിക്കഴിഞ്ഞ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാതെ ഉള്ളൊരു ഓപ്ഷൻ ചിന്തിക്കാനേ പറ്റില്ല. അപ്പം നല്ലൊരു മിസ്റ്ററിയും കുറച്ച് മിത്തോളജിയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കാണുക. എക്സ്ട്രാ ഓർഡിനറി പടം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ തിയേറ്റർ വർത്താണ്. അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.